പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ ദൈവശക്തി അനുഗ്രഹിക്കപ്പെടട്ടെ. കുഞ്ഞുങ്ങൾ രോഗം വന്നിട്ടും പോകാതെ അങ്ങനെ മനസ്സും അടുത്ത് കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. എല്ലാ സന്തോഷവും പോയവരുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതിൻ്റെ പേരിൽ അവർക്കുണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ കാരണം ജീവിതം തീർന്നെന്ന് വിചാരിച്ചിട്ട് ആ കുരിശിൽ ചുമന്നുണ്ടാക്കുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം നീ ശക്തിപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിനക്ക് താങ്ങാനാവാത്ത പ്രലോഭനം ഞാൻ നിനക്ക് നൽകത്തില്ലെന്ന് പറഞ്ഞ പോലെ കർത്താവ് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുഃഖം കൊടുത്ത് കർത്താവ് അവർ വീണപാട്ടത്തിന് കിടന്ന് അഴുകിപ്പോകാതിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നീ എഴുന്നിരുന്ന് നടക്കുക. ദൈവവേദന സാമ്പത്തിക കടങ്ങളുള്ളവർ, ഗിഫ്റ്റ് നടപടിയുള്ളവർ, വന്ന് പെട്ടുപോയവർ, അന്യൻ്റെ കൈകളിലെ അധ്വാനത്തിൻ്റെ ഫലങ്ങൾ അകപ്പെട്ടു പോയവർ, അത് കേസായി പോയവർ, ഭാഗോടമ്പടി നടക്കാത്തവർ, ജോലി ലഭിക്കുമെന്ന് വിചാരിച്ചിരുന്നിട്ട് അത് അങ്ങനെ ആശിച്ച് മോഹിച്ചൊക്കെ ഇരുന്നതും അതും നഷ്ടപ്പെട്ടിരിക്കട്ടെ. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പല വിഷമിക്കുന്നവർ, അങ്ങോട്ടും ഇവിടെ കുറ്റം പറഞ്ഞ് എൻ്റെ കുഴപ്പമാണ്, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കുറ്റം വിധിക്കാനും നമ്മളെ കൊച്ചാക്കാനും ചെറുതാക്കാനും വെറുമയാക്കാനും അനേകം പേര് നിൽക്കും. കർത്താവ് നീ മാത്രമേ അവർക്കുള്ളെന്ന് ഓർക്കണമേ. അയൽവാസികൾ തമ്മിൽ ഭിന്നതയും പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ,
വിറ്റിട്ട് പോയാൽ മതി, പക്ഷേ വിൽക്കാൻ ആൾക്കാർ സമ്മതിക്കണമില്ല. ആ രീതി കിടന്ന് വിഷമിക്കുന്നവരുണ്ട്. സ്ഥലം വിറ്റ് മാറാൻ പറ്റാത്തവരുണ്ട്. വഴിയില്ലാത്ത സ്ഥലം എടുക്കാത്ത അവസ്ഥകളുണ്ട്. അതുകൊണ്ട് തന്നെ കൊത്തിക്കൊണ്ട് പറക്കാൻ പറ്റത്തില്ല, എടുത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അകപ്പെട്ടു പോയവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ ഉന്നത നാമത്തിൽ ഇരുമ്പ് ചങ്ങലകളെ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് കൽപ്പിക്കുന്നു. നീ ഒരു ആധ്യാത്മികനാണ്, ദൈവത്തിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ ദൈവം കയറി വരുമ്പോഴേ മുമ്പ് തന്നെ സ്റ്റാറ്റസ് ലോയിങ് സംഭവിക്കും. പണ്ട് ഞാൻ ഫൊറോണ വികാരിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു കൊല്ലത്തിന് മുമ്പ് ഞാൻ പെട്ടെന്ന് വേറെ ട്രാൻസ്ഫറായി എനിക്ക് ഒരു കൊച്ചു പള്ളിയിലേക്ക് വന്ന് ചാപ്ലിനായി. ശരിക്കും ഇപ്പോഴും ഞാൻ ചാപ്ലിനാണ്, പക്ഷേ ഞാൻ ചാപ്ലിന്ന് പ്രത്യേകം എഴുതും. വികാരി നേതൃത്വത്തില്ല, ചാപ്ലിൻ. ഞാൻ ഒരു ചാപ്പലിലാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം ഞാൻ എൻ്റെ പെരുന്നാൾ നോട്ടീസ് എഴുതിയിട്ടുണ്ട്, ചാപ്ലിൻ ഫാ ജോസഫ് വലിയ വീട്ടിൽ. എന്താ കാര്യം? കർത്താവ് എനിക്ക് തന്ന സ്റ്റാറ്റസാണത്, ദൈവം തന്ന സ്റ്റാറ്റസാണ്. ഇത് ആദ്യം ദൈവം എന്നിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യത്തിലായി തന്നത്. കാര്യം എന്താ, ഞാൻ ഫൊറോണ വികാരിയായിരുന്ന സമയത്താണ് എന്നെ പെട്ടെന്ന് എനിക്ക് സ്റ്റാറ്റസ് ലോയിങ് ഉണ്ടായത്. പക്ഷേ അന്ന് ഇത്രയും ജ്ഞാനം എനിക്കില്ല. അന്നാണ് എനിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചനും ശരിക്കും. എന്താ കാര്യം, നമ്മളെ ദൈവം ഉയർത്തണം മുമ്പാണല്ലോ ഈ സാധനം തരുന്നത്. പക്ഷേ ദൈവം ഉയർത്താനുള്ള ഉയർത്തി. ഞാൻ ആ പള്ളി പോയിരുന്നുണ്ട്, എൻസൈക്ലോപ്പീഡിയ എഴുതി. ആ പള്ളിയിൽ ചാപ്പലിൽ പോയിരുന്നുണ്ട്. ഇപ്പോൾ ചാപ്പലത്ത് ഭയങ്കര നികഷ്ട ജീവിതമായിരുന്നേ. ആ ചാപ്പലിൻ്റെ അരികിൽ തന്നെയാണ് പൊതു കക്കൂസ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഓഫീസ് മുറിയുടെ ബാക്കിൽ ജനൽ തുറന്നു കഴിഞ്ഞാൽ ഈ കക്കൂസിൻ്റെ മണം പുറത്തേക്ക് വരും. എൻ്റെ 5 കൊല്ലം അവിടെ ഇരുന്ന് അതിൻ്റെ പേരിൽ ഞാൻ പോയി കംപ്ലൈൻറ്റ് ചെയ്യുകയോ അതൊരു ബുദ്ധിമുട്ടായിട്ട് ജനങ്ങളോട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് ശേഷം ചെന്നവർ മേട പൊളിച്ച് വേറെ മേട ഉണ്ടാക്കി. കാര്യം ഞാൻ കർത്താവ് തന്ന സ്റ്റാറ്റസ് അക്സെപ്റ്റ് ചെയ്തു. ഞാനെന്ന് പറയുകയല്ല, ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് എഴുതിയതാണ് 7000 പേജോളം എഴുതി. അങ്ങനെ 7 പ്രാവശ്യം എഴുതിയാണ് എൻസൈക്ലോപ്പീഡിയ, ചവിട്ടാള എൻസൈക്ലോപ്പീഡിയ. എൻ്റെ ഗവേഷണമൊക്കെ നടത്തിയായിരുന്നു. സാഹിത്യ അക്കാദമി പോയി പഠിച്ചു ഒരു വില മുഴുവനും. പക്ഷേ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അപ്പോൾ എന്താ സ്റ്റാറ്റസ് ലോ ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് ഒരു പ്രഖ്യാപിത അജണ്ട ഉണ്ടാവും. നീ വർക്ക് എല്ലാം തീർന്നെന്നൊക്കെ വിചാരിക്കും. എൻ്റെ തെദേവ് എന്നും പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ ഇതെല്ലാം എഴുതിയിട്ടുണ്ട് ഞാൻ, കടന്നു വന്ന വഴികൾ. അപ്പം നീ ആൾക്കാർ ഉടമ്പടി ദൈവം തന്നപ്പോഴല്ലേ ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അങ്ങനെയല്ല, അതൊക്കെ ഇപ്പോൾ ദൈവത്തെ അറിയാമായിരുന്ന ഒരു ജോസഫ് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. നിങ്ങളിപ്പോൾ ഈ ഉടമ്പടി കൊണ്ടാണ് ചില ആൾക്കാരൊക്കെ എന്നെ നല്ലവണ്ണം ധരിക്കുകയോ തെറ്റിദ്ധരിക്കുകയൊക്കെ ചെയ്യണത്. പക്ഷെ അത് കർത്താവിൻ്റെ അവസാനത്തെ ഒരു ഇൻ്റർവെൻഷൻ മാത്രമാണ്. ഉടമ്പടി എനിക്ക് മുമ്പൊരു ജീവിതമുണ്ട്. 2001 കൃപാസനത്തിൽ ഇവിടെ വന്ന് കലവൂർ മിഷൻ തുടങ്ങണം. അതൊക്കെ 10 കൊല്ലം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കടലിലായിരുന്നു കൺവെൻഷൻ നടത്തിക്കൊണ്ടിരുന്നത് 10 കൊല്ലം. അപ്പം അത് എനിക്ക് ചുമയും പനിയും വർഷങ്ങളോളം മാസങ്ങളോളം ആശുപത്രി കിടപ്പൊക്കെ ആയിരുന്നു എനിക്ക് കിട്ടിയത്. ഇടവേള ജോലി നടക്കണം, അതും നടക്കണം, എല്ലാ സ്ഥലങ്ങളിലും പോയി മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. ദൈവത്തിന് വേണ്ടി മാത്രം ചെയ്ത ജീവിതമായിരുന്നു അത് തീർന്ന് സുവിശേഷ പ്രഘോഷണം 2000 കൊണ്ട് തീർന്ന് 2001 വന്ന് ഇവിടെ ജൂലൈ 6 ഇവിടെ കലവൂർ വന്നിട്ട് അന്ന് റീത്ത പുണ്യാളത്തെ ഇവിടെ ഉണ്ടായിരുന്നത് കുറച്ച് കുരിശ് പേര് ഫ്രാൻസിസ് ബ്രദറിൻ്റെ. അപ്പം ഞാൻ പ്രശാന്ത് ദസനെ വിളിച്ച് IMS എനിക്ക് പെരുന്നാളും തുടങ്ങി തരാമെന്ന് പറഞ്ഞ് റീത്ത പുണ്യാളത്തിന്. അദ്ദേഹം പെരുന്നാൾ തുടങ്ങാൻ വേണ്ടി കൊടി കയറ്റാൻ വേണ്ടി അന്ന് ഒന്നുമില്ല കൃപാസനത്തിൽ, കുറച്ച് പുല്ലും പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പ് മാത്രമുണ്ട്, ഒരു പഴയ കുരിശടിയുണ്ട് ചെറിയ. റീത്ത പുണ്യാളത്തെ പടം ഇപ്പോഴും നമ്മുടെ കൃപാസനം അവിടെ കാണാം സൈഡിൽ. പ്രശാന്ത് ദസൻ അന്ന് ജൂലൈ 6 കൊടി കയറ്റി വെച്ച് കൊടി ഇങ്ങനെ കയറിപ്പോയി. താഴെ സച്ചൻ മേലോട്ട് പോയിട്ടും കൊടി നോക്കിയിട്ട് താഴേക്ക് തന്നെ നോക്കിയിട്ട് പറഞ്ഞു 15 കൊല്ലം കഴിയുമ്പോൾ ഇത് ഫേസ് ലിഫ്റ്റ് ആകുമെന്ന് പറഞ്ഞു. 15 കൊല്ലം ദർശനമാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു, മറക്കാതെ എടുത്തു. ആ കറക്റ്റ് 15-ാം കൊല്ലമാണ് നമുക്ക് ഉടമ്പടി മാതാവിന് പ്രത്യക്ഷീകരണം നമ്മൾ പരസ്യമായിട്ട് ആൾക്കാരെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പോഴാണ് ഉടമ്പടി കിട്ടുന്നത് നമുക്ക്. അത് പറഞ്ഞ കറക്റ്റാണിത്. അതായത് നമ്മൾ ഇന്നും ദൈവം എല്ലാവരിലൂടെയും സംസാരിക്കുന്ന ഒരു കാലമാണിത്. നിർഭാഗ്യവശാൽ ഔദ്യോഗികമായ സഭയ്ക്ക് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് സംശയങ്ങളൊക്കെ ഉണ്ട്. സഭയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ
കാരണം അൽമേനികളുടെ ശാക്തീകരണം ഒരു ഭയങ്കരമാണ്. കാര്യം അന്ന് ഞങ്ങൾക്ക് സ്റ്റെരിഗ്മ എന്ന് പറഞ്ഞ ധ്യാനം ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ വന്ന വഴികളിലൂടെ എങ്ങനെയാണ് ദൈവം സഞ്ചരിച്ച് നമ്മളെ കൈപിടിച്ച് നടത്തിയെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം കിട്ടും. എന്താ കാര്യം, അന്ന് സ്റ്റെരിഗ്മ അത് കടലോര കൺവെൻഷൻ കഴിഞ്ഞ് കടലോര തിരുവനന്തപുരം ജൈത്രയാത്ര കഴിഞ്ഞപ്പോഴാണ് കർത്താവ് എനിക്ക് അഖണ്ഡ ജപമാല നടത്താൻ. പ്രത്യേകിച്ച് ലോകസമാധാനത്തിന് വേണ്ടിയാണ്. മാർപ്പാപ്പ പറഞ്ഞു കേട്ടില്ലേ, കയ്യിൽ നിന്ന് വിട്ടുപോയിരിക്കുകയാണ് ആൾക്കാരുടെ കയ്യിൽ നിന്ന്, സമാധാനം വിട്ടുപോയിരിക്കുക. ഈ ഒന്നുവരെയൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇനി ദൈവം തന്നെ നേരിട്ട് ഇറങ്ങിയാലേ സമാധാനം ഉണ്ടാകത്തു ലോകത്തിന്. അല്ലെങ്കിൽ അങ്ങോട്ടും അനുഭവം പെറിഞ്ഞ് യുവന്മാർ നശിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ആ റാലി നമ്മളെന്തുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചത്? ഈ 3 ലക്ഷം പേരുടെ റാലി എന്തുകൊണ്ടാണ് കൃപാസനത്തെ ഏൽപ്പിച്ചത്? അത് ഓൾറെഡി അതൊരു പ്രോഗ്രാമല്ല. കൃപാസനത്തിന് കർത്താവിനെ അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി 2001 തുടങ്ങിയ അഖണ്ഡ ജപമാല എന്ന് പറയുന്ന സംഭവം. എന്താ പറയുന്നത്, നമ്മൾ ദൈവത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക. കോടിക്കണക്കിന് ജപമാലയാണ് ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയും കർത്താവിനെ അറിയാൻ വേണ്ടി അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി ചൊല്ലി ഇതിൻ്റെ അടിത്തറ കിടക്കണത്. അതുകൊണ്ടാണ് കൃപാസനത്തെ ചവിട്ടുമ്പോഴത്തേ നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാക്കുന്ന കാരണം അതാണ് ശരിക്കും. അപ്പം അന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത് സ്റ്റെരിഗ്മ ധ്യാനമാണ്. കെരിഗ്മയല്ല, അത് കേസ്റ്റഡ് ധ്യാനമാണ്. കെരിഗ്മ പണ്ടുണ്ടായിരുന്നത്. ഞങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റെരിഗ്മയാണ്. സ്ഥിരീകരണ ധ്യാനം. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക വിശ്വാസ പരിശീലന ധ്യാനമാണത്. അപ്പം അതിന് അന്ത്യത്താഴമൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് എല്ലാവരും താഴെ ഇരുന്നുകൊണ്ട് കർത്താവിനെ പോലെ വറുത്ത മീനും ബണ്ണൊക്കെ വെച്ച് കുർബാനയിലേ ഇടാ. പക്ഷേ അതിൻ്റെ ഓർമ്മ ആചരിച്ചുകൊണ്ട് സ്നേഹക്കൂട്ടായ്മയൊക്കെ ഉണ്ടായിരുന്നു. അത് വലിയ അഭിഷേകത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥനയിൽ ചെയ്യുന്ന സമയത്ത് അപ്പോൾ TR പീറ്റർ എന്ന് പറഞ്ഞൊരു സഹോദരൻ ഈ അന്ത്യത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടേ, പറഞ്ഞു കുറേ പ്രാക്കൾ വരുന്നു, കുറേ പ്രാവുകൾ പറന്നു വരുന്നു, കുറേ കൊന്തകൾ കൊത്തിക്കൊണ്ട് ലോകത്തെല്ലായിടത്തും പോകണമെന്ന്. അപ്പോൾ ഞാൻ പ്രൈസ്തലോടെ ഞങ്ങൾ കിടന്ന് കാര്യം എനിക്കത് മെസ്സേജാണ് മനസ്സിലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണ്, അമേരിക്ക, ചിക്കാഗോ, അയർലൻഡ്, റോം, ഫ്രാൻസ് എല്ലായിടത്തും അഖണ്ഡ ജപമാല നടക്കുകയാണ്. അന്നത്തെ ദർശനമാണ് TR പീറ്ററിൻ്റെ. അദ്ദേഹം വലിയ ആധ്യാത്മികവാദിയൊന്നുമല്ല, പക്ഷേ ആ ഒരു അഭിഷേകത്തിൻ്റെ ടൈമിൽ ദൈവം അദ്ദേഹത്തിന് കഴിവ് കൊടുത്തതാണ്. ഈ സ്റ്റെരിഗ്മ ധ്യാനം തീർന്നപ്പോൾ സാജൻ ബ്രദർ ഉണ്ടായിരുന്നു എൻ്റെ കണ്ടക്കിടയിൽ. ഇന്ന് അദ്ദേഹം ഓൾ ഇന്ത്യ ഈ പ്രൊക്ലമേഷൻ മിനിസ്ട്രിയുടെ വലിയ മിനിസ്റ്ററാണ് ഷാജൻ ബ്രദർ. അപ്പോൾ ഷാജൻ ബ്രദർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ ഷാജൻ ബ്രദർ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സ്റ്റെരിഗ്മ ധ്യാനം കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബൈബിൾ തുറന്നപ്പോൾ കർത്താവ് ഒരു വചനം കൊടുത്തു. എന്ത് വചനമാണെന്ന് അറിയാമോ? അതായത് ഹഗ്ഗായി 2:9. ഈ ആലയത്തിന്റെ പൂർവമഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അയ്യോ, എന്നിട്ട് ഷാജൻ ബ്രദർ എന്നോട് പറഞ്ഞു, എനിക്ക് അച്ഛാ മെസ്സേജ് കിട്ടിയിട്ടാ എന്ന് പറഞ്ഞ്. ഷാജൻ അറക്കൽ ഞങ്ങൾക്കറിയാം, ഷാലൂമിനൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഷാജൻ അറക്കൽ എൻ്റെ കൂടെ ആയിരുന്നു ആദ്യം. അപ്പം അദ്ദേഹം കൊടുത്ത മെസ്സേജാണ് ശരിക്കും ധ്യാനം കഴിഞ്ഞപ്പോൾ ഈ ആലയത്തിൻ്റെ. അപ്പം ഈ ആലയത്തിൽ പറഞ്ഞ കൃപാസനം എന്താണെന്ന് അറിയാമോ? നീന്തിക്കറണം ഇവിടെ. പിന്നെ ഒരു ഈ ചെമ്മീൻ ഷെഡ് പോലെ ഷെഡ് ഉണ്ടായിരുന്നു. അതിനകത്ത് കുറേ മെറ്റൽ കിടപ്പുണ്ടായിരുന്നു. ആ മെറ്റലിൽ ആണ് ഇവിടെ നീന്തിക്കറിയാണ് ഞങ്ങൾ. അവിടെ ഷാജൻ ബ്രദർ വലിയൊരു ബാനർ, ഈ തന്ന വചനം ഒരു വലിയ ബാനറിൽ കെട്ടും. എന്താണ്? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം എന്ന് എഴുതിയിട്ട് ഈ ബാനർ ആ ഷെഡിൽ മുഴുവൻ ഇങ്ങനെ കെട്ടിത്തൂക്കി വെക്കും. അപ്പോൾ അത് ഒരു കൊല്ലം ഉണ്ടായിരുന്നു അവിടെ. പക്ഷേ ഞാൻ ആ കർത്താവിൻ്റെ പ്രവചനത്തിൽ ഞാൻ വിശ്വസിച്ചു. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ശരിയല്ലേ? അന്നത്തെ കൃപാസം ഇന്നത്തെ കൃപാസം എന്ന് പറയുമ്പോൾ എന്താ? ഈ ആലയത്തിൻ്റെ പൂർവ്വമഹത്വത്തെക്കാൾ വലുതായിരിക്കും വരാൻ പോകുന്ന മഹത്വം. അതിനാണല്ലോ വിജയകുമാറിലൂടെയും പറഞ്ഞത്. ഞങ്ങൾ കെട്ടിപ്പൂട്ടി ഇറങ്ങുമ്പോഴാണല്ലോ 2010 പറയണത്. എന്താ പറയണത്? എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയണമെന്ന് പറയും. അൽമേനികളിലൂടെ ദൈവം വെളിപ്പെടുത്തിയ ദർശനങ്ങളിലൂടെയാണ് കൃപാസനം വളർന്നു വന്നത്. ഇന്ന് ദർശനം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർ അതിനെക്കുറിച്ചൊരു വിവരമില്ലാത്തവരിങ്ങനെ ആക്ഷേപം സംസാരിക്കുമ്പോൾ നമുക്ക് സഹതാപം തോന്നും. സഹതാപം തോന്നും. എന്ത് ചെയ്യാൻ? അവർക്ക് ദൈവാനുഗ്രഹം കൊടുത്തില്ല. പക്ഷെ നമ്മൾ ഓർക്കണം, അതായത് സൂക്ഷ്മ കാര്യങ്ങൾ പോലും ഞാൻ വിശ്വസിക്കുമായിരുന്നു. കാര്യം അത് വിശ്വസിക്കുമ്പോൾ നമുക്ക് അഭിഷേകം കിട്ടിയാൽ
നമുക്കത് കർത്താവിന് സംസാരിക്കണമെന്ന് മനസ്സിലാകും. ആ അഭിഷേകം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഓപ്പണിനൊക്കെ താക്കോലില്ലെങ്കിൽ നമ്മളതിനെ അവർക്ക് ആക്ഷേപിക്കും. അതൊക്കെ എളിമയുടെ കുഴപ്പമാണ്. അത് ശരിക്കും ഇത് എളിമപ്പെട്ടാൽ മതി, മറ്റുള്ളവരിലൂടെയും കർത്താവ് പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ സ്റ്റാറ്റസ് ലോ ചെയ്യണം. വേറെ പ്രശ്നമൊന്നുമില്ല. എൻ്റെ പേര് സുജ ആൻ്റണി. ഞാൻ മാനന്തവാടി തോണിച്ചാലിൽ നിന്ന് വരുന്നു. എന്നെ ഇവിടെ എത്തിച്ച മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. ഞാൻ 2023 ഫെബ്രുവരി 7-ാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തേച്ച് ഞാൻ പോയി. ഞാനിങ്ങനെ എൻ്റെ മകൾക്ക് കാലിൽ കറുത്ത പാടായിരുന്നു. അത് കാലിൽ നിന്ന് ഒരു ചെറുതായിട്ട് തുടങ്ങിയിട്ട് പാദത്തേന്ന് തുടങ്ങി മുട്ട് വരെ ആയി. അവൾക്ക് അത് ഭയങ്കര വിഷമമാണ്. അവൾ നേഴ്സിങ്ങിന് പഠിക്കുവാണ്. അപ്പോൾ പഠിക്കുമ്പോൾ അവിടെ ഹോസ്റ്റലിലുള്ളവരെല്ലാവരും അവളെ ഇങ്ങനെ കളിയാക്കും. അവിടെ കാല് കണ്ടുവച്ചാൽ മതി, കറുത്ത പാടാണ്, മാറുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ എപ്പോഴും വന്നേച്ച് എന്നോട് പറയും, അമ്മേ എൻ്റെ കാലിലെ കറുത്ത പാട് മാറുന്നില്ല, അമ്മേ കോളേജിൽ നിന്ന് കുട്ടികളെല്ലാം ഇങ്ങനെ കളിയാക്കും എന്ന് പറയും. അപ്പം ഞാനും കരയും, അവളും കരയും. 4 വർഷമായി ഞങ്ങൾ എന്നിട്ട് നടന്ന് ഇങ്ങനെ ഓരോ മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രി കാണിച്ച് സ്കിന്നിൻ്റെ ഡോക്ടറെ കാണിച്ചു, മരുന്ന് മേടിച്ചു. അവിടെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് മാറുന്ന അസുഖമല്ല ചേച്ചി, അമ്മ ഇതിന് മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല, ഇത് മാറിയല്ല എന്ന് പറഞ്ഞു. ഈ ഡാൻസ് ഒത്തിരി സമയം ഡാൻസ് കളിക്കുകയും തുള്ളി കളിക്കുന്ന കുട്ടിക്കും പിന്നെ നിൽക്കുന്ന കുട്ടിക്കും വരുന്ന ഒരു അസുഖമാണിത്. നിങ്ങളുടെ കുട്ടിയുടെ അസുഖം മാറിയല്ല, നിങ്ങളിതിന് എന്ത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല, നിങ്ങൾ പോയി മരുന്ന് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് മാനന്തവാടി ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു. ഞാനപ്പോൾ കരഞ്ഞുകൊണ്ട് വീട്ടിൽ ചെന്ന് വീട്ടിലിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് പറഞ്ഞു, എടി നീ ഒന്ന് മെഡിക്കൽ കോളേജിൽ പോയി നോക്ക്, അവിടെ പോയി മെഡിക്കൽ കോളേജിൽ കാണിച്ചാൽ നല്ല സ്കിന്നിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുണ്ട്, അവരെ കാണിച്ചാൽ അവർ പിന്നെ മരുന്ന് എന്താ പറയുന്നതെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി ഒരു 5-6 പ്രാവശ്യത്തെ പോക്ക് മെഡിക്കൽ കോളേജിൽ പോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, ചെന്നൈ അന്ന് മുതൽ അവർ പറയുന്നത്, ഈ മാറുന്ന അസുഖമല്ല അമ്മ ഈ കുട്ടീൻ്റെത്, മാറില്ല, എന്തായാലും മാറില്ല, നമ്മൾ മരുന്ന് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, ഇങ്ങനെ ഈ ആദ്യം പറഞ്ഞ അസുഖം വരുന്ന കുട്ടിക്ക് ആ അസുഖം തന്നെയാണ്, അത് മാറില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് ഇങ്ങനെ 5-6 പ്രാവശ്യത്തെ മരുന്നിന് പോയി തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ എന്നോട് പറഞ്ഞു, എൻ്റെ ചേച്ചി പറഞ്ഞു, എടി ഇങ്ങനെ കൃപാസനത്തിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കുന്നുണ്ട്, നീ ഇവിടെ ഒന്ന് പോ, അവിടെ പോയിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോയി, ഉടമ്പടിയിൽ എൻ്റെ മോളുടെ കാര്യം വെച്ചിട്ടുണ്ട്, നീയും കൂടെ പോയി ഒന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കാൻ ഓരോ മാസം ഉടമ്പടി എടുക്കണമെന്ന് പറയുമ്പോഴും എനിക്ക് എന്തെങ്കിലും ജനുവരി 2-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാമെന്ന് പറഞ്ഞു. 2-ാം തീയതി 2:30 ആയപ്പോഴത്തേക്കും എൻ്റെ അപ്പച്ചൻ കട്ടിലിൽ നിന്ന് വീണു, കാല് വട്ടം ഒടിഞ്ഞു പോയി. 2022 അപ്പച്ചൻ വീണിട്ട് കാല് ഇടുപ്പല്ല് പൊട്ടി. അന്നും എനിക്ക് ഉടമ്പടി എടുക്കാൻ വന്നില്ല. 2023 വീണു, അപ്പം കാല് വട്ട ഒടിഞ്ഞു പോയി. അപ്പം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കോഴിക്കോടേക്കായി, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കാൻ വരണമെന്ന് പറയുന്ന ഏത് നിമിഷവും ആ സമയത്ത് ഞങ്ങൾക്ക് അവിടെ എന്തെങ്കിലും സംഭവിച്ചിരിക്കും. എന്നെ ഇവിടെ ഒരു തരത്തിലും ഇവിടെ വരാൻ സമ്മതിക്കുകയില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ 2023 അപ്പച്ചൻ വീണു. അപ്പച്ചനെ നോക്കിക്കൊണ്ടിരുന്നെങ്കിലും ഞാൻ എന്നായിട്ട് പറഞ്ഞു, എന്തായാലും വേണ്ടിയല്ല, എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ ഉടമ്പടി എടുക്കാൻ പോകുക എന്ന് പറഞ്ഞ് ഞാൻ ഫെബ്രുവരി 7-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസമുണ്ട് ഇങ്ങനെ ഉടമ്പടിയിൽ വെച്ച് ഞാനിങ്ങനെ എൻ്റെ മകളുടെ കാലിലെ പാട് മാറുകയാണെങ്കിൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് പോകുകയും ചെയ്തു. അത് കഴിഞ്ഞ് വെച്ച് ഞാനിങ്ങനെ ഈ ഈസ്റ്ററിൻ്റെ സമയത്ത് കൊച്ചിന് വെക്കേഷൻ സമയമായിരുന്നു. കൊച്ച് വീട്ടിൽ വന്ന സമയത്ത് എന്നിട്ടും കൊച്ചിൻ്റെ ഞാനിങ്ങനെ ദിവസവും പള്ളിയിൽ പോകും, പ്രാർത്ഥിക്കും, ഓരോ കാര്യപ്രവൃത്തികൾ ചെയ്യും. ഞാൻ എൻ്റെ മകളുടെ കാലിൽ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മോളെ ഹോസ്റ്റലിലേക്ക് വിട്ടത്. അവിടെ എനിക്ക് പോകുമ്പോൾ ഞാൻ അവൾക്ക് ഉടമ്പടി തൈലവും ഉപ്പും അവളുടെ കയ്യിൽ ഞാൻ വേറൊരു ആക്കി കൊടുത്തു വിട്ടു. അങ്ങനെ അവൾ അതും കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അത് പ്രാർത്ഥിച്ചു. അവളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഞാനും അതുപോലെ പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അവൾ ഈസ്റ്ററിന് വെക്കേണ്ട സമയത്ത് പെസഹ ബുധനാഴ്ച വീട്ടിൽ വന്നിട്ട് ഇവിടെ എന്നോട് പറഞ്ഞില്ല, അമ്മ എൻ്റെ കാലിലെ പാടിങ്ങനെ മാറിയെന്നൊന്നും പറഞ്ഞില്ല. ഞാൻ പെസഹ വ്യാഴാഴ്ച പള്ളിയിൽ പോയി വീട്ടിൽ വന്നു, ദുഃഖവെള്ളിയാഴ്ച പള്ളിയിൽ പോയി വീട്ടിൽ വന്നു, ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചു. അതെല്ലാം കഴിഞ്ഞ് കൊച്ച് കട്ടിലേ കയറിയിരുന്നു. അപ്പോൾ അവളിങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. ഞാൻ എന്താ, അപ്പം നമുക്ക് പാൻ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മൾ കാലിലേക്ക് നോക്കുന്നില്ലല്ലോ. അപ്പം ഇവളൊന്നും മിണ്ടുന്നില്ല. അമ്മ എന്നിട്ട് എന്നെ ഇങ്ങനെ കുറേ നേരം മുഖത്തേക്ക് നോക്കി വെച്ച് എന്നോട് പറഞ്ഞു, അമ്മയ്ക്കൊരു സൂത്രം കാണണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ മാളെ, ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ അമ്മയ്ക്ക് എന്തെങ്കിലും അവൾ മേടിച്ചുകൊണ്ട് വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. ഞാൻ പിന്നെയും ചോദിച്ചു, എന്നാ മോളെ നീ കൊണ്ടുവന്നേക്കണേന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, അമ്മയ്ക്കൊരു സൂത്രം കാണണമെന്ന് ചോദിച്ചു. 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. ഞാൻ അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, എന്നാൽ നീ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ, ഇങ്ങ് എടുക്കും മോളേന്ന് പറഞ്ഞു ഞാൻ.
അപ്പോൾ അവൾ എൻ്റെ കാലിൽ പാൻറ് പൊക്കി വെച്ച് അമ്മ ഇങ്ങോട്ടൊന്ന് നോക്കിക്കാന്ന് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ തലമുടി പോലെ വെളുത്ത കുട്ടിയാണ്, കറുത്ത പാട് എല്ലാവർക്കും കാണാം. അപ്പം ഞാൻ അമ്മയെ ഇങ്ങനെ അവളെ നോക്കി, ഞാൻ കൊച്ചിനെ നോക്കി, കാലയിലോട്ട് നോക്കി 2 പ്രാവശ്യം ഞാൻ ചങ്കിനടിച്ചിട്ട് മാതാവേ എന്ന് വിളിച്ച് വലിയ സ്വരത്തിൽ കാറി. എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ വേർത്തൊഴുകി അവിടെ തരിച്ചു നിന്ന് പോയി. എനിക്ക് എന്നിട്ടും കണ്ടിട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയും കറുത്ത് ഒരിക്കലും മാറില്ല. ഡോക്ടർ പറഞ്ഞാൽ നിങ്ങൾ അതിനിടയിൽ ഞാൻ മറന്നുപോയി. കൊച്ച് പിന്നെ ലാസ്റ്റ് ഞാൻ മെഡിക്കൽ കോളേജ് കോഴിക്കോട് പോയി. അപ്പോൾ കൊച്ചിനെ കാണിച്ച് മരുന്ന് എഴുതി തന്നു. മെഡിക്കൽ ഷോപ്പിൽ ചെന്നു. അപ്പോൾ അവർ ഒരു ഓയിൽമെൻറ്റ്, പറ്റുന്ന ഒരു ഓയിൽമെൻറ്റിന് 500 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ വില. ഗുളികയ്ക്കും 500 രൂപയാണ്. അപ്പം കൊച്ചിൻ്റെ പപ്പ ഓയിൽമെൻറ്റ് മേടിക്കാനും ഈ ഗുളിക മേടിക്കാനും കൂടെ ചീട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓയിൽമെൻ്റ് എടുത്ത് പപ്പേൻ്റെ കൊടുത്തു കഴിഞ്ഞപ്പം കൊച്ചി ദേഷ്യം പിടിച്ചിട്ട് ഈ 500 രൂപയാണല്ലോ ഇതിന് വിലയും. അപ്പം ആ മരുന്ന് ചീട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ദേഷ്യം പിടിച്ച് വലിച്ചിങ്ങ് മേടിച്ചേച്ച് പറഞ്ഞു, പപ്പ എൻ്റെ രോഗം എന്തായാലും മാറുന്നതല്ലല്ലോ, എനിക്കിനി മരുന്ന് വേണ്ട, ഈ മരുന്നിന് വേണ്ടിയിട്ട് ഇനി ഗുളിക പൈസ മുടക്കണ്ട പപ്പ, ഇനി മേടിക്കുകയോ വേണ്ടാന്ന് പറഞ്ഞ് ആ ചീട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കൈ മേടിച്ച് ദേഷ്യം പിടിച്ച് പുറത്ത് വന്നൊരു ബെഞ്ചേലിരുന്നു മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അപ്പം ഞാൻ പറഞ്ഞു, മോളെ നീ അത് കൊടുക്കും, മരുന്ന് മേടിച്ചിട്ട് ഗുളിക മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. സമ്മതിച്ചില്ല. അങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നത്, മരുന്ന് മേടിക്കാതെ. എന്നിട്ട് ആ സ്പ്രേയും മേടിച്ചുകൊണ്ടായിരുന്നു ഓയിൽമെൻറ്റ് കൊച്ചിൻ്റെ ബാഗിൽ ഹോസ്റ്റലിൽ കൊണ്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാനിനി മരുന്ന് തൊടിയാല, എൻ്റെ കാലെ പരട്ടിയാല എന്ന് പറഞ്ഞു. അവൾ പരട്ടിയില്ല. അത് പൊട്ടിക്കാതെ ആ ബോട്ടിലുമായിട്ടാണ് അവൾ എൻ്റെ വീട്ടിൽ വന്ന് ബുധനാഴ്ച വരുന്നത്. എന്നിട്ട് എന്നെ കാണിച്ചു തന്നു. ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ ഇത്രയും വലിയ അത്ഭുതം. അസുഖം കാലിൽ മാറിക്കിട്ടി. മാതാവിന് 1000 നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ്റെ കാലിന് വട്ടം ഒടിഞ്ഞു പോയി. 2023 ഫെബ്രുവരി 7-ാം തീയതി ജനുവരി 2-ാം തീയതിയാണ് കാലൊടിയുന്നത്. അത് ഒടിഞ്ഞതോട് കൂടി മുറിച്ച് കളയണമെന്ന് പറഞ്ഞതായിരുന്നു. മുറിച്ച് കളയാൻ പറഞ്ഞ മാനന്തവാടി കൊണ്ടുവന്നപ്പോൾ മുറിച്ച് കളയണമെന്ന് പറഞ്ഞപ്പം മാതാവേ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തേക്കാം, എൻ്റെ അപ്പച്ചൻ്റെ കാല് മുറിച്ച് കളയാണ്ട് എങ്ങനെയെങ്കിലും ആ അസുഖം ഒന്നും ഭേദമാകണമെന്ന് പ്രാർത്ഥിച്ചു. ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓപ്പറേഷൻ ചെയ്ത് കമ്പിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു കിടത്തി. അത് കഴിഞ്ഞതിന് ശേഷം മുതൽ എല്ല് പൊട്ടിയത് കൂടുകയും വലിയ കുഴപ്പമില്ലാതെ ആകുകയും ചെയ്തു. പക്ഷേ ബ്ലഡ് ഓടാതെ ആയപ്പോൾ കാലിൻ്റെ ഉപ്പൂറ്റി പഴുപ്പ് തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഡ്രസ്സ് ചെയ്ത് ഞാൻ ഇന്ന് ചെയ്താൽ നാളെ നേരം വിളക്കുമ്പോഴത്തേനും വാസന സഹിക്കാൻ ഭയങ്കര നാറ്റമാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, ദൈവമേ വേറെ രോഗം നീ മാറ്റുണ്ടായിരുന്നു, എനിക്ക് ഈ വാസനയൊന്ന് മാറ്റി മാത്രം തന്നാൽ മതിയായിരുന്നു എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേച്ച് ഞാൻ പ്രാർത്ഥിച്ചേച്ച് പോയി. ഞാൻ നാളെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനും അപ്പച്ചൻ്റെ കാലിൻ്റെ നാറ്റം ഒന്ന് മാറി കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടെ ചെല്ലുമ്പോൾ നാറ്റത്തിന് ഒരു മാറ്റവും വന്നില്ലായിരുന്നു. ഞാൻ അവിടുന്ന് 3-ാമത്തെ ദിവസം പള്ളിയിൽ പോയി സംസാരിച്ച് കുർബാന സ്വീകരിച്ച് അത് കഴിഞ്ഞേച്ച് ഉടമ്പടി എടുത്തു. അവിടെ നിന്ന് പ്രാർത്ഥന തുടങ്ങി. അത് കഴിഞ്ഞ് അപ്പച്ചന് വന്നിട്ട് ഞാൻ ഉടമ്പടി ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിലിട്ടേച്ച് ഞാൻ ഡ്രസ്സ് ചെയ്തു, കഴുകി കെട്ടി ഡ്രസ്സ് ചെയ്തു. ഉടമ്പടി തൈലം മോളിൽ കൂടെ പരട്ടുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ കെട്ടിയ കെട്ട് അഴിഞ്ഞു പോയി. അപ്പോൾ ഞാൻ റൂമിൽ അടുക്കളയിലോട്ട് പോകുമ്പോൾ എൻ്റെ ഭർത്താവ് ചെന്നിട്ട് നോക്കി, അപ്പച്ചൻ്റെ കാല് അഴിഞ്ഞു കിടക്കുക. നീ അന്നേരം പറഞ്ഞു, നീ എന്താടി ഇങ്ങനെ കെട്ടിയിട്ട് അഴിഞ്ഞു പോയല്ലോ എന്ന് പറയുകയും വാസനയില്ലല്ലോ റൂമിൽ നിന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി. അപ്പോൾ എന്നെ വിളിച്ച്, സുജ നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു. ഞാൻ അടുക്കളയിൽ നിന്ന് ഓടി ചെല്ലുമ്പോൾ വാതിക്കലോട് ചെല്ലുമ്പോൾ ഭയങ്കര സ്മെല്ലാണ്. വരുന്നവരൊക്കെ ഇങ്ങനെ മൂക്ക് പൊത്തിയിട്ടേ പോകുള്ളൂ. അപ്പം ഞാൻ സ്മെല്ലില്ലല്ലോ എന്ന് മനസ്സിൽ വിചാരിക്കും. ചേട്ടൻ ഇങ്ങനെ മുറിവേലോട്ടും ശരിക്കും മണത്ത് നോക്കുമ്പോൾ മുറിവിൽ ഒരു ശകലം പോലും വാസനയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, എടി നീ എന്നാ ചെയ്തേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഉടമ്പടി ഉപ്പിട്ട് മുറിവ് കഴുകി കെട്ടി, പിന്നെ തൈലം മുകളിൽ വിശ്വാസപ്രമാണം ചൊല്ലി തൈലം മുകളിൽ കൂടെ വെറുതെ പരട്ടുകയും ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരം പറഞ്ഞു, എന്തായാലും ചേട്ടൻ അത്ര വിശ്വാസം അങ്ങ് വരുന്നില്ല. എന്നിട്ട് പറഞ്ഞു, എന്തായാലും ഒട്ടും മണമില്ല കേട്ടോ, മണം പറ്റ മാറിയിട്ടുണ്ട്, നാറ്റം ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ മാതാവേന്ന് വിളിച്ച് പിന്നെ ഞാൻ അവിടെ നിന്നോണ്ട് വിശ്വാസപ്രമാണം ചെല്ലുക. എനിക്ക് വിശ്വസിക്കാൻ സ്മെല്ലില്ല. വരുന്നവർ നമ്മളോട് പറയാൻ പറ്റില്ലല്ലോ. ഒരു റൂമിൽ വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഒരു വാസനയാന്ന് പറയാൻ പറ്റില്ല. അവരിങ്ങനെ മൂക്ക് പിടിച്ചേച്ച് ഇറങ്ങി പോകുമ്പോൾ ഞാനിങ്ങനെ ചങ്കുപൊട്ടി പറയും, ഞാൻ മാതാവേ ഞാൻ എന്തുവരം കഴുകി ദിവസം എന്ത് വൃത്തിയാക്കുന്നുണ്ട്, എന്നിട്ട് എങ്ങനെയാണ് ഈ മണം വരുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ വരുവാണല്ലോ, ഈ വാസന മുറിവണക്കണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞില്ല. എനിക്ക് ഈ വാസന മാത്രം, റൂമിനകത്തെ വാസന മാത്രം ഒന്ന് മാറ്റി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഇത്രയും ദിവസമായി, അതിന് ശേഷം ഇന്ന് വരെ ആ വാസനയെന്ന് പറയുന്ന ആ റൂമിലുണ്ടായിട്ടില്ല. പിന്നെ കാലിൻ്റെ മുറിവ് വലിയ ആഴമുള്ള മുറിവായിരുന്നു, എങ്കിലും അത് നികന്ന് വന്ന് നല്ല ഉണങ്ങിയ പരുവത്തിൽ ഉണങ്ങിയതുപോലെ
നിൽക്കുകയാണ്, ഒരു കുഴപ്പമില്ല. പിന്നെ അപ്പച്ചൻ പറയണ എനിക്ക് പഴുത്തോട്ട് എന്ത് പറ്റിയാലും സാരമില്ല, പക്ഷേ എനിക്ക് വേദന സഹിക്കാൻ പറ്റണമെന്നായിരുന്നു. വേദനയായിരുന്നു. ആ വേദന ഉടമ്പടി തൈലം ഇട്ട് ഞാൻ തിരുമ്മി പ്രാർത്ഥിച്ചതിന് ശേഷം അപ്പച്ചന് കാലിന് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ മോൾക്ക് നഴ്സിംഗ് പഠിക്കുവാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു. പരീക്ഷ എല്ലാം വരുമ്പോൾ പാസ്സാകുന്നില്ല, തോറ്റു പോകും. ക്ലാസ് പരീക്ഷകൾക്കൊക്കെ തോറ്റു പോകും. അപ്പം മാർക്കില്ല. അപ്പം മിസ്സുമാർ പറയും ഇവളൊട്ടും പഠിക്കുന്നില്ല, ഇവൾക്ക് ഉഴപ്പാണ്, ഇവളെന്തായാലും തോറ്റു പോകുള്ളൂ പറയും. ഞാൻ എന്നിട്ട് അവളുടെ കയ്യിൽ ഉടമ്പടി എൻ്റെ കാശുരൂപം ഞാൻ കൊടുത്തു. ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും ഞാൻ അവളുടെ കൊടുത്തു വിട്ടു. നീ ഇത് വിശ്വാസ പ്രമാണം ചൊല്ലി പരീക്ഷാ പേപ്പറിൽ ഇട്ടിട്ട് നീ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചേച്ച് മാത്രമേ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാത്രമേ നീ ഇത് പരീക്ഷ എഴുതാൻ തുടങ്ങാവുള്ളൂ എന്ന് പറഞ്ഞു. വലിയ എക്സാം പരീക്ഷ. അങ്ങനെ പ്രാർത്ഥിച്ച് അവൾ ഉപ്പും ഇട്ട് വിശ്വാസ പ്രമാണവും ചൊല്ലി തൈലവും പേപ്പറിൻ്റെ മുകളിൽ കൂടെ തൂത്തേച്ച് പരീക്ഷ എഴുതി. പരീക്ഷ റിസൾട്ട് വന്നു. എല്ലാവരും അവളെ പറഞ്ഞതാ പാസ്സാകില്ല. റിസൾട്ട് വന്നപ്പം പാസ്സായി. അവളെന്നെ 11 മണി രാത്രിക്കാണ് റിസൾട്ട് വരുന്നത്. രാത്രിയിൽ വിളിച്ചേച്ച് അമ്മയെന്ന് വിളിച്ചപ്പോൾ ഞാൻ പേപ്പർ വന്നായിരിക്കും അതായിരിക്കുമല്ലോ വിളിക്കണേന്ന് പറഞ്ഞ് ഞെട്ടി കണ്ണ് തുറന്നു നോക്കിയപ്പോൾ അമ്മേ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞു. അവൾ പറയുന്ന അമ്മേ ഞാൻ പരീക്ഷ എഴുതി എനിക്ക് കിട്ടിയതല്ല, അമ്മേ മാതാവ് വന്ന് തിരുക്കുമാരനും കൂടെ വന്ന് പരീക്ഷ എഴുതി എൻ്റെ പേപ്പറിൽ പരീക്ഷ എഴുതി പോലെ എഴുതിച്ച് ഞാൻ മേടിച്ച മാർക്കാണ് എന്നാ പറയുന്നത്. അതിന് 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ മോള്, അവൾക്ക് ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം വരുന്ന ഒരു അസുഖമായിരുന്നു. അൾസറാണ്. പക്ഷെ അങ്ങനെ എല്ലാവർക്കും വരുന്ന അൾസറല്ല. അൾസർ കുറേ അൾസറുണ്ട്. അവൾക്ക് പെട്ടെന്ന് ഫസ്റ്റ് കൊറോണ വരുന്ന സമയത്ത് ഇങ്ങനെ അവളെ കല്യാണം കഴിച്ച് 1 വർഷമായപ്പോഴത്തേനും അവളിങ്ങനെ ക്ഷീണിച്ച് മരിക്കുന്ന ലാസ്റ്റ് സ്റ്റേജ് എത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു സുജയ ഇങ്ങനെ നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകണം, നിമ്മിക്ക് ഒട്ടും കുറവില്ലായിരുന്നു, ഒരു അസുഖമാണ്, എന്താണെന്ന് അറിയത്തില്ല, ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. അങ്ങനെ ഞങ്ങൾ 15 ദിവസം മെഡിക്കൽ കോളേജ് കോഴിക്കോട് പോയി അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ അവർ പറയണേ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വരുന്ന ഒരു അസുഖമാണ്, ഇത് ഒരിക്കലും മാറില്ല, മരണം വരെ മരുന്ന് കഴിക്കണം, മാറുന്ന അസുഖമല്ല എന്ന് പറഞ്ഞു. അവിടുന്ന് ഞങ്ങൾ 3 വർഷക്കാലം ഒരു മാസത്തെ മരുന്നിന് 8000 രൂപയാണ്. ആ 8000 രൂപയുടെ മരുന്ന് 3 വർഷക്കാലം കഴിച്ചു. എന്നിട്ട് കൂടുതലായി, പിന്നെ കുറയുന്നില്ല മരുന്ന്. അപ്പോൾ അവർ പറഞ്ഞു ട്രീറ്റ്മെൻറ്റ് തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു ഇഞ്ചക്ഷന് 68,000 രൂപ വിലയുള്ള 8 ഇഞ്ചക്ഷൻ അവർ വെച്ചു. 8 ഇഞ്ചക്ഷൻ വെച്ച് കഴിഞ്ഞ് 8 മാസം 8 ഇഞ്ചക്ഷൻ വെച്ചു. അത് കഴിഞ്ഞ് 2 വർഷം ചെയ്യണമെന്ന് പറഞ്ഞ് അവർക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് അവരതും നിർത്തി. അപ്പം അസുഖങ്ങൾ കുറച്ച് മാറുകയും ചെയ്തു. അതുകൊണ്ട് നിർത്തി കഴിഞ്ഞ് പിന്നെ അവർ 3 മാസം വീട്ടിലിരുന്നു. 3-ാമത്തെ മാസം പിന്നെ ആ കൊച്ചിന് നടക്കാൻ പറ്റില്ല, പെട്ടെന്ന് നടുവേദന, ഒട്ടും നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ അവർ പിന്നെ മാനന്തവാടി കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു മെഡിക്കൽ കോളേജിൽ തന്നെ പോകണം, ഒരു മരുന്നും അവൾക്ക് അവിടുത്തെ അല്ലാതെ കൊടുക്കാനും പറ്റില്ല. അങ്ങനെ കോഴിക്കോട് ചെന്നപ്പം ടെസ്റ്റുകൾ ചെയ്തപ്പോൾ പറയുന്നത് പിന്നെ ആ അസുഖം വന്നു, ഇനി ട്രീറ്റ്മെൻറ്റ് തുടങ്ങണം, ഇഞ്ചക്ഷൻ എടുക്കണം. നിങ്ങൾ പോയിട്ട് കറക്റ്റ് 12-ാമത്തെ ദിവസം 68,000 രൂപയാക്കിയിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് വരുമ്പോൾ ഞാനിവിടെ കുരിശിൻ്റെ വഴിയുടെ സമയമാണ്. ഞാൻ കുരിശിൻ്റെ വഴിക്ക് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ കൊച്ച് വന്ന് അവിടെ ഒന്ന് കയറി കണ്ടേച്ച് പോകാമെന്നോർത്ത് കയറുമ്പോൾ ഉണ്ട് അവളുടെ മമ്മി വന്നിട്ട് ഇനിയും ഇഞ്ചക്ഷൻ തുടങ്ങണം, പൈസ ഇല്ല. ആ മമ്മി ഭയങ്കര വിഷമമായി കട്ടിലേ കിടന്ന് കരയുവാണ്. അവൾ ഒരു കുക്കറിനകത്ത് ഭക്ഷണം കഞ്ഞി വെച്ച് കുടിക്കാമെന്ന് ഓർത്ത് കുക്കർ എടുത്ത് കഴുകിക്കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ചെല്ലുന്നത് എന്നാ മകളെ പറഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ആൻറ്റി എൻ്റെ അസുഖം പിന്നെയും കൂടി, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത്, ഇനി എനിക്ക് ഇഞ്ചക്ഷൻ തുടങ്ങണം എന്ന് പറഞ്ഞു. ആ കുക്കർ നിലത്തോട്ട് വീണുപോയി. എന്നിട്ട് വാവിട്ട് കരയുക. അപ്പം ഞാനും അവിടെ നിന്ന് കരഞ്ഞേച്ച് ഞാൻ ആണമാന് എല്ലാ കാര്യം മാതാവ് സാധിച്ചു തരുമെന്ന് ഇത്രയും പറഞ്ഞേച്ച് ഞാൻ പോയി. അത് കഴിഞ്ഞേച്ച് ഞാൻ കുരിശിൻ്റെ വഴിയും പോകുന്ന വഴിക്ക് ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോൾ വാവിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് ഞാൻ നേർന്നു, അമ്മേ മാതാവേ ഞാനിവിടെ വന്ന് കൃപാസനത്തിൽ വന്നിട്ട് സാക്ഷ്യം പറഞ്ഞേക്കാം, അവളുടെ അസുഖം മാറണം എന്നല്ല ഞാൻ പറയണേ, അവൾക്ക് ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ ഒരു നിവൃത്തിയില്ല, പൈസ ഇല്ല, അതുകൊണ്ട് ഇഞ്ചക്ഷൻ എടുത്തില്ലേ കിടന്നു പോകും. അപ്പോൾ ഇനി ചെല്ലുമ്പോൾ 12-ാമത്തെ ദിവസം ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കണ്ട, അസുഖം ഇല്ല എന്ന് പറഞ്ഞ് വിടണേന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് നേർന്നു. ഞാൻ അവിടുന്ന് കുരിശിൻ്റെ വഴിയും കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നു. അതിനിടയിൽ ഞാൻ അവൾക്ക് തൈലം ഇവിടുന്ന് വയറെ പരട്ടി കൊടുത്തായിരുന്നു, പിന്നെ ഉപ്പും കൊടുത്തായിരുന്നു.
എന്ന് വെച്ച് വന്നു കഴിഞ്ഞ് കറക്റ്റ് 12ാമത്തെ ദിവസം അവർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ചെന്നു. പിന്നെ എല്ലാ ടെസ്റ്റുകളും മൊത്തം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പം പറഞ്ഞു ഇപ്പം അവരെ പൈസ 68,000 രൂപയാക്കിയാണ് പോയത്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞു നിങ്ങൾ ഈ പൈസയായിട്ട് തിരിച്ച് വീട്ടിൽ പൊക്കോ, ഇപ്പം അസുഖങ്ങളൊന്നും ടെസ്റ്റുകളിൽ കാണുന്നില്ല, കുഴപ്പമൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും അസുഖം ഉണ്ടായാൽ ഇഞ്ചക്ഷൻ എടുക്കാൻ വരാൻ കണക്കിന് ഒരുങ്ങിയിരുന്നാൽ മതി, പൊക്കോളാൻ പറഞ്ഞു. അവരവിടുന്ന് ആ പൈസയായിട്ട് തിരിച്ച് അവിടുന്ന് പോന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെ ആ സംഭവം, ഇപ്പോൾ ഇഞ്ചക്ഷൻ വേണ്ടി വന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ സാക്ഷ്യം പറഞ്ഞാന്ന് നേർന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് അമ്മ ഇങ്ങനെ ഇവളുടെ അസുഖം മാറിയെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അവർ വിശ്വസിച്ചു. അത് കഴിഞ്ഞ് ഈ 4 ദിവസം പിന്നെ മാസം പോകണം, 4 ദിവസം പിന്നെയും പോയി അവിടെ ചെന്ന് കഴിഞ്ഞ് അതുപോലെ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഒരു കുഴപ്പമില്ല, ഇഞ്ചക്ഷൻ എടുക്കണ്ട, തിരിച്ചു പൊക്കോളാൻ പറഞ്ഞു വന്നു. ദൈവത്തിന് 1000 നന്ദി പറയുകയാണ്. പിന്നെ എൻ്റെ പെങ്ങളുടെ മകളുടെ ഭർത്താവ് ഗുജറാത്തിലാണ് ജോലി. അവൻ അവിടെ പ്രൈവറ്റ് ഇങ്ങനെ ഒരാശ്രമത്തിൽ വണ്ടി ഓടിക്കുവാണ്. അവിടെ നിന്നുകൊണ്ട് മദർ തെരേസേൻ്റെ ആശ്രമമാണ്. അവിടെ നിന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന അവളൊരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് ഒരു വീട് പണിയണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ സ്ഥലം മേടിച്ച് വയനാട്ടിൽ വന്ന് സ്ഥലം മേടിച്ച് തറയും വലിച്ച്. അപ്പോൾ അതിനകത്ത് അവൾ പ്രാർത്ഥിച്ചു എന്തായാലും 2 റൂം മാത്രം ഉണ്ടാക്കിയിട്ട് നമുക്ക് കയറിക്കൂടാ, ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ആൻറ്റിക്ക് എനിക്കൊരു 80,000 രൂപ ആൻറ്റി തന്ന് എന്നെ സഹായിക്കുമോ, ഞങ്ങൾക്കൊന്ന് അത്യാവശ്യം ഒന്ന് കിടക്കാൻ രീതിയിൽ ഒരു മുറി ഒന്ന് ശരിയാക്കി എടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ ആ പൈസ ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, കൊടുക്കാൻ പൈസ ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു. എൻ്റെ അമ്മേ എന്നോട് അവൾ 80,000 രൂപ ചോദിച്ചു, എനിക്ക് കൊടുക്കാൻ ഒരു നിവൃത്തിയില്ല. അവളുടെ ഭർത്താവിനാണെങ്കിൽ ഗവൺമെൻറ്റിലേക്ക് ആക്കിയപ്പം അവർക്ക് കിട്ടേണ്ട PF-കളും ഫണ്ടുകളും ഒന്നും കൊടുക്കില്ല, എല്ലാം അവർ വെട്ടി കുറച്ചായിരുന്നു, ഒന്നും കൊടുക്കില്ല എന്ന് പറഞ്ഞു ഗവൺമെൻറ് ആക്കി കഴിഞ്ഞപ്പം. അപ്പോൾ അവൾ കരച്ചിലായിരുന്നു. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് 5-ാമത്തെ ദിവസമാണ് അവൾ എന്നെ വിളിക്കുകയാണ്, ആൻറ്റി എൻ്റെ ചേട്ടായിക്ക് കൊടുക്കുകയില്ല പറഞ്ഞ് എല്ലാ ഫണ്ടുകളും കൊടുത്തു. 1,25 1,25,000 രൂപ കൊടുത്ത് അവൻ മകളെ അനുഗ്രഹിച്ചു. ആൻറ്റി എന്നതാണ് അവിടെ ചെന്ന് പ്രാർത്ഥിച്ച ആൻറ്റി, ഞാൻ കരഞ്ഞാണ് ഇവിടെ നിന്ന് മാതാവിനോട് വന്ന് പറഞ്ഞത് എനിക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല അമ്മേ, അവൾ ആദ്യമായിട്ട് ചോദിക്കുന്നതാണ് അമ്മ എന്നെ സഹായിക്കണേന്ന്. ആ 1,25 കൊടുത്ത് അവളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് അവൾ ഒരു റൂം കെട്ടിക്കൂട്ടി കയറിക്കൂടാമെന്ന് വിചാരിച്ച കൊച്ച് ആ വലിയൊരു വീടിൻ്റെ വാർപ്പ് വരെ എത്തി നിൽക്കുകയാണ്. അവളെ അത്രയും അനുഗ്രഹിച്ചു. അതിന് നന്ദി പറയുന്നു.